ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ചൂരേക്കോട് പാലത്തിന് സമീപം കുന്നുകൂടി കിടക്കുന്ന ആക്രിമാലിന്യങ്ങൾ പകർച്ചവ്യാധിക്ക് ഇടവരുത്തുന്നതായി പ്രദേശവാസികൾ. മാസങ്ങളോളമായി ആക്രിമാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം. ചൂരക്കോട് പാലത്തിന് സമീപത്താണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ആക്രിമാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത്. 4 വർഷത്തോളമായി ഇവിടെ ആക്രി വ്യാപാരം നടന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ 9 മാസക്കാലമായി ആക്രിമാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ കിടക്കുകയാണ്. ഇവിടെ വ്യാപാരം നടത്തിയിരുന്നവരെക്കുറിച്ച് സ്ഥല ഉടമയ്ക്ക് കൂടുതൽ വിവരങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കാനും കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ആക്രിമാലിന്യങ്ങൾ 35 സെന്റോളം സ്ഥലത്താണ് പരന്നു കിടക്കുന്നത്. മഴ പെയ്തുള്ള വെള്ളം സാമഗ്രികളിൽ കെട്ടിനിന്ന് കൊതുകുകൾ പെരുകുന്നുണ്ട്. സമീപവാസികൾക്ക് ഇത് ദുരിതം സൃഷ്ടിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ചൂരക്കോട് ഈ മദ്രസയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ക്രാപ്പിൻ്റെ ഒരു പദ്ധതി നടന്നിരുന്നു. ഒരു 5-4 വർഷമായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ ഒരു 8-9 മാസമായിട്ട് അവർ പൂട്ടി നാട് വിട്ടുപോയി എന്ന് പറഞ്ഞത്. പക്ഷേ ഈ സ്ക്രാപ്പ് മുഴുവൻ ഇവിടെ മദ്രസനോട് തൊട്ട് കിടക്കുകയാണ്. അതിൽ ഈ മഴക്കാലാകോട്ട് പ്രത്യേകിച്ച് കൊതുകിൻ്റെ ശല്യവും മറ്റും ധാരാളമുണ്ട്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാണ് നമ്മുടെ മദ്രസയിൽ പഠിക്കുന്നത്. അവർക്കിത് വലിയൊരു ശല്യമാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് പകർച്ചവ്യാധി അധികരിക്കുന്ന സമയത്ത് നമ്മളെ കുട്ടികളൊക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, അതിന് ശ്രദ്ധിച്ചിട്ട് അതിന് തക്കതായൊരു പരിഹാരം ഇതിന് കാണണം. സ്ഥല ഉടമ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച പഞ്ചായത്തിലും പട്ടാമ്പി പോലീസിലും പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ആക്രിമാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള അനുമതി പഞ്ചായത്ത് നൽകിയിട്ടുണ്ടെന്നും ഉടൻ മാറ്റാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും സ്ഥല ഉടമ അറിയിച്ചിട്ടുണ്ട്. NCV ന്യൂസ് തൃത്താല. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.